നിങ്ങളെല്ലാവരെയും പോലെ തന്നെ രാവിലെ ഉറക്കം ഉണരുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്നറിഞ്ഞിട്ട് കൂടി മൊബൈൽ ഫോൺ എടുത്തിട്ട് മൊബൈൽ ഫോണിലെ മെസ്സേജസും വേണ്ടി വന്ന ഫേസ്ബുക്കിൽ ചില വീഡിയോസും ഒക്കെ കാണുന്നൊരു സ്വഭാവക്കാരി തന്നെയാണ് ഞാൻ. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ ജസ്റ്റ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്, അൽ നഹ്യാനുണ്ട്, ഒപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്. അജിത് ഡോവലിന് ഹസ്തദാനം ചെയ്യുന്ന അൽ നഹ്യാൻ അദ്ദേഹം എന്തോ രസകരമായി പറയുന്നുണ്ട്, അത് വളരെ തമാശയാണ് എന്നുള്ളത് ഇവരുടെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് താഴെ എൻ്റെ സുഹൃത്തിട്ട പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹമല്ലേ നിങ്ങളുടെ ഇന്ത്യൻ സ്പൈ എന്ന് അൽ നഹ്യാൻ ചോദിക്കുന്നതായിട്ടാണ്. എന്തൊക്കെയായാലും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോയി ചാരപ്പണി നടത്തിയ ഒരു വ്യക്തി തന്നെയാണ്. അജിത് ഡോവൽ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. നമുക്ക് ഭാരതത്തിന് ഇതുപോലെ വ്യക്തിത്വങ്ങൾ നിരവധിയാണ്. അതായത് അവരെ ഓർത്ത് നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ലോകരാഷ്ട്രങ്ങൾ പോലും അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തി ഭാരതത്തിലുണ്ട് എന്ന് എടുത്തു പറയുന്ന ചില വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അതിൽ ഒന്ന് അജിത് ഡോവൽ, ഒന്ന് എസ് ജയശങ്കർ, അതുപോലെ നിരവധി വ്യക്തിത്വങ്ങളാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അവരെല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം വിദഗ്ധരായ ചിന്താശേഷിയുള്ള കഴിവുള്ള നേതാക്കളുണ്ട് എന്ന് നൽകുന്ന സന്ദേശവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ, അദ്ദേഹത്തെ കർമാന്യൂസ് പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ്. അദ്ദേഹത്തിന് നിരവധി പോസ്റ്റുകൾ നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് എഴുതിയ, എനിക്ക് തോന്നുന്നു മണിക്കൂറുകൾക്ക് മുമ്പാണ്, കഴിഞ്ഞ ദിവസമായിരിക്കും, എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എഴുതിയ ഒരു പോസ്റ്റ്, അജിത് ഡോവലിനെ കുറിച്ചൊരു പോസ്റ്റ്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ഡോവലിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ഒരു ബ്രാഹ്മണനായി ഉപനയനം കഴിഞ്ഞ് കാതും കുത്തി വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ശുദ്ധ സസ്യപ്പുക്കായി ജീവിച്ച അജിത് ഡോവൽ സർ ഭാരതത്തിനു വേണ്ടി, ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് അറബിയും ഉറുദുവും പഠിച്ച് സുന്നത്ത് നടത്തിയിട്ട് പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറി 7 വർഷം താമസിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തി. പാകിസ്ഥാനിൽ അദ്ദേഹം അനുഭവിച്ച യാതനകൾക്ക് കയ്യും കണക്കുമില്ല. പശു ഇറച്ചി വരെ കഴിക്കേണ്ടി വന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ സുവർണക്ഷേത്രം ഭിന്ദ്രൻവാല, പാക് ചാരൻ ഭിന്ദ്രൻവാലയെ സഹായിക്കാനായി സുവർണക്ഷേത്രത്തെ തകർക്കാനായി ബോംബുമായി എത്തിയപ്പോൾ അവനെ കസ്റ്റഡിയിലെടുത്ത് പകരം പൊട്ടാത്ത ബോംബുമായി സുവർണക്ഷേത്രത്തിലെത്തി ഭിന്ദ്രൻവാലയെ കണ്ടത് ഇതേ അജിത് ഡോവൽ ആയിരുന്നു. ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവൻ വരെ സമർപ്പിക്കാനായി 7 വർഷം പാകിസ്ഥാനിൽ ചാരനായി ജീവിച്ച് ഇറങ്ങിത്തിരിച്ച ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കഥ ഒരു വശത്ത്, ഭാരതത്തിൽ ജീവിച്ച സകല സൗഭാഗ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞിട്ട് വന്ദേ മാതരം എന്ന് വിളിച്ചാലോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാലോ സ്വന്തം മതത്തിന് വിരുദ്ധമാകുമെന്ന് വിചാരിക്കുന്ന ഭാരതത്തിനോട് നന്ദിയും കൂറുമില്ലാത്ത ചിലർ മറുവശത്ത്. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ 7 വർഷം പാകിസ്ഥാനിൽ ജീവിച്ചിട്ടും തന്റെ ജന്മനാടിനോട് കൂറും ഭക്തിയും കാട്ടിയിരുന്നു. എന്നാൽ ചിലർ ജനിച്ചു വളർന്ന ജീവിതം മുഴുവനും ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിട്ട് പോലും ഭാരതമാതാവിനെ അന്യായി കാണുന്നു. ഈയിടയ്ക്ക് രോഹിത് വെമുല അനുസ്മരണ ചടങ്ങിൽ ബ്രാഹ്മണർക്കെതിരെ ചില തെമ്മാടിക്കൂട്ടങ്ങൾ ലക്നൌ സർവകലാശാലയിൽ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ആദ്യമായി പ്രതികരണമുണ്ടായി. പല്ലുകളുടെ എണ്ണം കുറയുകയും എല്ലുകളുടെ എണ്ണം കൂടുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ വീരമൃത്യു വരിച്ചത് ഇതേ ബ്രാഹ്മണ സമുദായക്കാരാണ്. പറഞ്ഞു വന്നത് എന്തെന്നാൽ 81ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭാരതത്തിന്റെ വീരപുത്രൻ ദേശസ്നേഹി ശ്രീ അജിത് ഡോവൽ സാറിന് ജന്മദിനാശംസകൾ നേരുന്നു. വൈകിപ്പോയെങ്കിലും ആത്മാർത്ഥമായി പിറന്നാൾ ആശംസകൾ കർമാന്യൂസും അദ്ദേഹത്തിനായി നേരുകയാണ്. അജിത് ഡോവലിനെ പോലെയുള്ള ഒരു വ്യക്തി ഭാരതത്തിൽ ഇന്നും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഒരു പങ്കാളിയാകുന്നു എന്ന് പറയുന്നത് നമുക്കെന്നും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.